നമസ്തേ. നളന്ദ ഒരു പേരിനപ്പുറം പലതുമാണ്. നളന്ദ ഒരു മന്ത്രമാണ്, ഒരു തനിമയാണ്, ഒരു പ്രഖ്യാപനമാണ്. തീയിട്ടാൽ പുസ്തകങ്ങൾ നശിച്ചേക്കാം, എന്നാൽ അറിവ് എക്കാലവും നിലനിൽക്കും എന്ന പ്രഖ്യാപനം നളന്ദയുടെ പുനർജനിയിലൂടെ അടയാളപ്പെടുത്തുന്നത് ഭാരതത്തിന്റെ സുവർണയുഗത്തിന്റെ തുടക്കമാണ്. വൈദേശിക ആക്രമണകാരിയായ മുഹമ്മദ് ബഖ്തിയാർ ഖിൽജി 12ാം നൂറ്റാണ്ടിൽ തകർത്തെറിഞ്ഞ നളന്ദ സർവകലാശാല 8 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ പുനർജനിക്കുന്നതിനാണ് രാജ്യം ഇക്കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിന്റെ അക്കാദമിക പൈതൃകത്തെയും ഊർജ്ജസ്വലമായ സാംസ്കാരിക വിനിമയത്തിന്റെയും പ്രതീകമാണ് നളന്ദ എന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രമായി ഭാരതത്തെ മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം. നളന്ദയുടെ പുനരുജ്ജീവനം ഭാരതത്തിന്റെ കഴിവുകളെ ലോകത്തിന് പരിചയപ്പെടുത്തും. അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും തുടർച്ചയായ ഒഴുക്ക് എന്നാണ് നളന്ദയുടെ അർത്ഥം. പഴയ പാടലീപുത്രമെന്ന ഇന്നത്തെ പട്നയിൽ നിന്ന് 90 കിലോമീറ്റർ അകലെ രാജ്ഗൃഹ നഗരത്തിൽ ഇന്നത്തെ രാജ്ഗീറിൽ നിലകൊണ്ടിരുന്ന ഭാരതത്തിലെ പുരാതന സർവകലാശാലയാണ് നളന്ദ സർവകലാശാല. അതിനൊപ്പം വളർന്ന തക്ഷശില വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലാണ്. പുരാതന കാലത്തെ ലോകത്തെ അറിവിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു നളന്ദ. ഗുപ്ത സാമ്രാജ്യകാലത്ത് പണിതുയർത്തിയ ഇവിടം 13ാം നൂറ്റാണ്ട് വരെ വളരെ ഭംഗിയായി പ്രവർത്തിച്ചിരുന്നു. ശാസ്ത്രം, ഗണിതശാസ്ത്രം, കല, ഭാഷ, മതം തുടങ്ങി മിക്ക വിഷയങ്ങളും പഠിപ്പിച്ചിരുന്ന ഇവിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ പഠിക്കാനെത്തിയിരുന്നു. 1200-ാം ആണ്ടിൽ ഭാരതത്തെ ആക്രമിച്ച മുഹമ്മദ് ബഖ്തിയാർ ഖിൽജിയാണ് അറിവിന്റെ കേദാരമായിരുന്ന നളന്ദ സർവകലാശാല തച്ചു തകർത്തത്. അക്ഷരവൈരിയായിരുന്ന ഇയാൾ അവിടുത്തെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളും കത്തിച്ചു കളഞ്ഞു. എന്നിട്ടും കുറെ കാലം കൂടി നളന്ദ പിടിച്ചു നിന്നു. ബുദ്ധ ഹിന്ദു മതങ്ങൾ, വേദങ്ങൾ, വൈദ്യശാസ്ത്രം, യോഗ, ഗണിതശാസ്ത്രം, ശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങിയവയിലെല്ലാം വിശാദരന്മാരാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. അമൂല്യങ്ങളായ അനവധി സംസ്കൃത ഗ്രന്ഥങ്ങളാണ് ഖിൽജി അന്ന് നശിപ്പിച്ചത്. ഹുയാങ്സാങ് അടക്കമുള്ള വിദേശ സഞ്ചാരികളാണ് പണ്ട് നളന്ദയുടെ കീർത്തി ലോകമെങ്ങും പടർത്തിയത്. നളന്ദ സന്ദർശിച്ചവർ അതേക്കുറിച്ച് തങ്ങളുടെ വിവരണങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 10,000-ലേറെ വിദ്യാർത്ഥികളും 2000 അധ്യാപകരുമാണ് അവിടെ മുൻപുണ്ടായിരുന്നത്. തുർക്കിയിൽ നിന്നുള്ളവർ പോലും അവിടെ പഠിക്കാനെത്തിയിരുന്നു എന്നതാണ് ശ്രദ്ധേയം. നളന്ദയുടെ അവശിഷ്ടങ്ങൾ നാം കാലങ്ങളായി പരിരക്ഷിച്ചു വരുന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇവിടം പുനരുദ്ധരിക്കുക മോദി സർക്കാരിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നളന്ദയുടെ പുനർജനി ഭാരതത്തിന്റെ സുവർണയുഗത്തിന്റെ തുടക്കം തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. നളന്ദ ഭാരതത്തിന്റെ അഭിമാനം തന്നെയാണ്, ഓരോ ഇന്ത്യക്കാരുടെയും അഭിമാനം.